അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ച പങ്കാളിത്തമില്ലാതെ പോയതിന് കാരണം വിവാദങ്ങൾ കൂടിയാകാമെന്ന് വിലയിരുത്തി ദേവസ്വം ബോർഡ്. പങ്കാളിത്തം കുറഞ്ഞത് തിരിച്ചടിയാണെങ്കിലും NSS അടക്കമുള്ളവരെ വേദിയിലെത്തിക്കാൻ കഴിഞ്ഞ നേട്ടമായാണ് സർക്കാർ വിലയിരുത്തുന്നത്. നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാനായി 18-അംഗ സമിതിക്ക് രൂപം നൽകി. പക്ഷേ ഇതിന്റെ നിയമസാധുതയിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട്. നാളെ പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ബദൽ അയ്യപ്പ സംഗമത്തിൽ NSS അടക്കമുള്ള സംഘടനകൾ ഇനി പങ്കെടുക്കുമോ എന്നതിലും സംശയം. സിജോ ബി ജോർജ് വിശദാംശങ്ങൾ നൽകും. സിജോ, ആള് കുറഞ്ഞതിലെ വിവാദം ഇപ്പോഴും സർക്കാരും ദേവസ്വം ബോർഡിനും വലിയ ക്ഷീണമാകുന്നതിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു? MV ഗോവിന്ദന്റെ നിലപാട് വളരെ വിചിത്രമായ നിലപാടാണെന്ന് പറയേണ്ടി വരും. കാരണം ആള് കുറഞ്ഞതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ ഇത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, മാധ്യമങ്ങൾ തെറ്റായ പ്രചരണം നടത്തിയാണെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചു അദ്ദേഹത്തോട്, ഈ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, അത് ഈ ചില സെഷനുകളൊക്കെ ആളുകളൊന്നും ഇല്ലാത്ത കസേരകൾ മാത്രമായിട്ട് കിടക്കുന്ന സെഷനുകൾ, അത് AI ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും AI ഉള്ളത് കൊണ്ട്, സംവിധാനം ഉള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ന്യായീകരണവും ഒക്കെ നടത്താമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ ന്യായീകരണം നടത്തുന്നതെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. അല്ലെ, സൈബർ സഖാക്കളാണ് എന്നുണ്ടെങ്കിൽ ശരിയാണ്, നമുക്ക് അതങ്ങനെ വിചാരിക്കാം. പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ ന്യായീകരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും അതങ്ങനെ പോകട്ടെ. ഈ അയ്യപ്പ സംഗമം ഒരു വലിയ വിജയമാണ് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിനുള്ളത്. എന്തായാലും ഈ വിവാദങ്ങളാണ് ഇത്തരത്തിൽ ആളുകളെ കുറയ്ക്കാനുള്ള കാരണമായി എന്നാണ് പറയുന്നത്. 4600 പേർ ആളുകൾ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഏകദേശം 600 ആളുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് ബോർഡിന്റെ ഒരു വിലയിരുത്തൽ. അതേസമയം സർക്കാർ CPM വലിയൊരു നേട്ടമായി തന്നെയാണ് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സർക്കാരുമായി അല്ലെങ്കിൽ CPMുമായി ഇടഞ്ഞു നിന്നിരുന്ന സംഘടനകളെ, സാമുദായിക സംഘടനകളെ, NSS ഉൾപ്പെടെയുള്ള സംഘടനകളെ ഈ വേദിയിൽ എത്തിക്കാൻ സാധിച്ചു. അതൊരു വലിയ വിജയമായി തന്നെയാണ്, ഒരു രാഷ്ട്രീയപരമായി തന്നെ വലിയ വിജയമായി തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ആ സമിതിയുടെ നിയമസാധുത ഇപ്പോൾ ചെറിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് അത്തരത്തിലുള്ള സമിതി രൂപീകരിക്കാൻ പറ്റുമോ, അത് നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും ദേവസ്വം ബോർഡ് ഒക്കെ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അറിയാനുള്ളത്, നാളെ സംഘപരിവാർ സംഘടനകൾ ഒരു ബദൽ അയ്യപ്പ സംഗമം നടത്തുന്നുണ്ട്. ആ അയ്യപ്പ സംഗമത്തിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളതാണ്. നിലവിൽ NSS എന്നുള്ള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ സംഘപരിവാർ സംഘടനകൾ കൂടി NSSന്റെ പ്രതിനിധികൾ എത്തിക്കഴിഞ്ഞാൽ അതൊരു ക്ഷീണമായി മാറുകയും ചെയ്യും. എന്തായാലും CPM ഒക്കെ ഉറ്റുനോക്കുന്നത് NSSന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. NSSനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ബദൽ അയ്യപ്പ സംഗമം വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ സംഘടനകളും ഉള്ളത്. ശരി, സിജോ ബി ജോൺ, തിരുവനന്തപുരത്താണ്.